വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ അല്ലെങ്കിൽ വൈകിട്ട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ടൊരു ബൗൾ എടുത്ത് അതിലേക്ക് 5 മുട്ട പൊട്ടിച്ച് ചേർക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം അല്ലെങ്കിൽ പാൽ ആഡ് ചെയ്താലും മതി. ഒരു നുള്ള് ചെറുനാരങ്ങയുടെ തൊലി ചുരണ്ടിയത് ആഡ് ചെയ്യുക. ഇത് ഓപ്ഷണലാണ്. 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് പൗഡേർഡ് ഷുഗറും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് 2 പഴം റൗണ്ടായി സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നോർമൽ ഷുഗർ ആഡ് ചെയ്താലും മതി. കുട്ടികൾക്കാവുമ്പോൾ ഷുഗറിനേക്കാളും കൂടി നല്ലതാണ്. പഴം ഒരു സൈഡ് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആവണ വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഴം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ 8 ബ്രെഡ് സ്ലൈസാണ് എടുത്തിട്ടുള്ളത്. അതിന് 4 എഡ്ജസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നൊരു ബ്രെഡ് സ്ലൈസ് എടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ ഹണി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഹണി അല്ലെങ്കിൽ പീനട്ടോ ന്യൂട്ടല്ല ഏതാണ് കുട്ടികൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഹണി ആകുമ്പോൾ ഒന്നുകൂടി ഹെൽത്തിയാണ്. ഹണി കഴിക്കാത്ത കുട്ടികളൊക്കെ ആകുമ്പോൾ ഇങ്ങനെ അറിയാണ്ട് കഴിച്ചു പോയിക്കോളും. ഈ ബ്രെഡ് സ്ലൈസിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഹണി സ്പ്രെഡ് ചെയ്തിട്ടുള്ള വേറൊരു ബ്രെഡ് സ്ലൈസ് വെച്ചിട്ട് ഇതിനെ കവർ ചെയ്ത് കൊടുക്കാം. ഈ ബ്രെഡ് നമ്മൾ നേരത്തെ തണുപ്പിച്ച് വെച്ചിട്ടുള്ള മിക്സിൽ ഒരു സൈഡ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ്സ് വെച്ച് കൊടുക്കാം. ഇത് കോൺഫ്ലേക്സ് പൊടിച്ചെടുത്തതാണ്. അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മറ്റേ സൈഡും മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് കോൺഫ്ലെക്സിൽ കോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ 4 എഡ്ജസും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. പാനിലല്ലെങ്കിൽ ഓവനിൽ വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് ബ്രൗണിഷ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഴവും ഹണിയൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് അപ്ലോഡിംഗ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയായി കാണുന്നത് വരെ ബൈ. താങ്ക് യു.